വലിയ ബുദ്ധിമുട്ട് വരും. ഒരു കാര്യം കൂടി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, അങ്ങ് ലീഡറിൻ്റെ കാലത്ത് മന്ത്രിയായിട്ടുണ്ട് 91 96-ൽ. എ കെ ആൻ്റണിയുടെ കാലത്ത് മന്ത്രിയായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ മന്ത്രിസഭയിലും അങ്ങ് മന്ത്രിയായിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് ആരുടേതാണെന്ന് നമുക്ക് നിശ്ചയമില്ല. കെ സി ആണോ, വി ഡി ആണോ, ആർ സി ആണോ എന്നുള്ളത് ആ പാർട്ടി തീരുമാനിക്കട്ടെ, യു ഡി എഫ് അതിന് പിന്തുണ കൊടുക്കട്ടെ. അപ്പോൾ ഈ 3 തവണയും മന്ത്രി എന്ന നിലയിൽ അങ്ങയുടെ വളരെ പ്രധാനപ്പെട്ട വളരെ എന്താ പറയുക, ഏറ്റവും മനോഹരമായ പ്രകടനമാണ് കണ്ടത്. ഇനി ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ 24 MLA-മാരെ സംഭാവന ചെയ്ത മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് ഒരു ഉപമുഖ്യമന്ത്രി പദത്തിന് ന്യായമായും രാഷ്ട്രീയ അവകാശമില്ലേ? ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച ഈ ഘട്ടത്തിൽ കൊണ്ടുവന്ന് ഈ രാഷ്ട്രീയമായ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ഒരു സ്ഥാനത്തിൻ്റെ കാര്യം വലിച്ചിട്ട് അത് ചർച്ചയാക്കുക എന്നുള്ളത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതാണ് നേരത്തെ തന്നെ ഞങ്ങൾ ഇലക്ഷൻ്റെ മുമ്പ് പറഞ്ഞത്. അല്ല, ഇലക്ഷൻ കഴിഞ്ഞുല്ലോ. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു, ഇനി നമുക്ക് പറഞ്ഞുകൂടെ? ഇപ്പോഴും ഞങ്ങൾ പറയാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പോഴും അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല എന്നാണ് ഇന്നലെ പോലും ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു ചർച്ച കൊണ്ടുവരുന്നത് ഞങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ 4 മന്ത്രിമാരിലധികം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? കാരണം 5 MLA-മാർ 50,000-ൽ കൂടുതൽ ഭൂരിപക്ഷമുണ്ട്. 24 MLA-മാരുണ്ട് ലീഗിന്. അങ്ങടക്കം 85 മുതൽ 50,000-ത്തിനിടയിൽ 5 MLA-മാരാണ്. കോൺഗ്രസിനേക്കാൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ 5 MLA-മാരുള്ളത് ലീഗിനാണ്. ലീഗിനെ കാണേണ്ടത് MLA-മാരുടെ എണ്ണം നോക്കിയിട്ടല്ല. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ജയിച്ചു വരുന്ന കോൺഗ്രസ് MLA-മാരിൽ, അതുപോലെ തന്നെ പോട്ടെ കോൺഗ്രസ് ജയിച്ച തളിപ്പറമ്പിൽ, അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ, ഇപ്പോൾ പോട്ടെ പാലക്കാട്, ഏത് നിയോജകമണ്ഡലം എടുത്താലും, തവനൂർ ഞാൻ പറഞ്ഞു, ഏതെടുത്താലും അധിക പഞ്ചായത്തും ഭരിക്കുന്നത് ഞങ്ങളാണ്. UDF ആണെങ്കിൽ അതിൽ ലീഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ലീഗ് ഒറ്റക്കുണ്ടാവും. അപ്പോൾ ഇത് ജയിപ്പിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എത്ര MLA-മാർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ എത്ര ആളെ ജയിപ്പിക്കുന്നു എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. 27-22 ഞങ്ങളുടെ ശക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്. ശക്തിയെക്കുറിച്ച് നല്ല ബോധമുണ്ട്. പക്ഷെ ശക്തിക്കനുസരിച്ച് ഞങ്ങൾക്ക് സീറ്റിന്റെ എണ്ണോ പദവിയുടെ എണ്ണോ കാലാകാലങ്ങളിൽ കിട്ടാറില്ല. കിട്ടാത്തതിന് ഞങ്ങൾ പരാതിപ്പെടാറുമില്ല. അത് ശരിയാണ്. അതാണ് വസ്തുത.